ശ്രീകുമാർ മനയിൽ, ഇപ്പം നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ ഇത് ആദ്യമായിട്ടല്ല UDF ഭരണത്തിൽ വരികയാണെങ്കിൽ ഒരു UDF സർക്കാർ വരാൻ പോകുന്നത്. ഇതിപ്പോൾ നമ്മൾ ആദ്യം റീലുകൾ കണ്ടു, ജനനായകൻ റീലുകൾ കണ്ടു, അത് കഴിഞ്ഞ് പ്രസംഗങ്ങളുടെ പരിഭാഷ, പ്രസംഗങ്ങളുടെ പുസ്തകങ്ങൾ അതിൻ്റെത് കണ്ടു, അത് കഴിഞ്ഞ് ഡോക്യുമെൻ്ററി വരാൻ പോവുകയാണ്. അതായത് ഇപ്പോൾ പത്രത്തിൽ ഫുൾ പേജ് പരസ്യം. മാറുന്ന കാലഘട്ടത്തിൽ അവരവരുടെ താല്പര്യങ്ങൾ അറിയിക്കുകയാണോ? ഇത് പതിവുള്ളൊരു രീതിയാണോ? അല്ലെങ്കിൽ പണ്ട് ഗ്രൂപ്പായിരുന്നു, ആ സമയത്ത് ഇതിന് പല രീതിയിൽ നമ്മൾ കണ്ടിരുന്നു. മാറുന്ന കാലഘട്ടത്തിനനുസരിച്ച് അത് വേറൊരു സ്വഭാവത്തിൽ കാണുകയാണോ ഇന്ന്? അല്ല, ഈ ചോദ്യം വളരെ ദുർബലമാണ് കേട്ടോ ആര്യ. കാരണം വെച്ചാൽ മാറുന്ന കാലഘട്ടത്തിൻ്റെ അനുസരിച്ച് സ്വഭാവത്തിൽ വരുന്ന മാറ്റമാണോ എന്നുള്ള ചോദ്യം തന്നെ ദുർബലമാണ്. കാരണം മാറുന്ന കാലഘട്ടത്തിനനുസരിച്ച് വരുന്ന മാറ്റമാണ് നമ്മൾ ഈ റീലുകളും കാണുന്നത്. കാരണം ഒരു 2011 റീലില്ലല്ലോ, അല്ലെങ്കിൽ 2006 2001 ഒന്നും റീലിടാൻ പറ്റില്ലല്ലോ. പക്ഷേ 2011 ഇന്ത്യൻ എക്സ്പ്രസ് ഉണ്ട്, ഇന്ത്യൻ എക്സ്പ്രസിൽ വേണമെങ്കിൽ അന്നും ഫുൾ പേജ് പരസ്യം കൊടുക്കാം. അല്ല, അന്നും ഫുൾ പേജ് പരസ്യങ്ങൾ കൊടുത്തവരുണ്ടായിരുന്നു. അതല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. ഈ മാറി വരുന്ന സാഹചര്യം, നിങ്ങൾ ഇന്ത്യൻ എക്സ്പ്രസിന്റെ പരസ്യത്തെക്കുറിച്ച് മാത്രമാണ് ചോദിക്കുന്നത്, അതോ മറ്റുള്ളതിനെ കുറിച്ചാണ് ചോദിക്കുന്നത്? എന്താണ് ചോദിക്കുന്നത്? അതോ ഒരുമിച്ചാണ് ചോദിക്കുന്നത്? അങ്ങനെ എല്ലാം കൂടിയാ. അപ്പോൾ എല്ലാം കൂടി ചോദിച്ചപ്പോഴാണ് ഞാൻ ഈ പറഞ്ഞത് റീലുകളൊന്നും ഈ 2006 2001 ഇല്ലായിരുന്നില്ല. അപ്പം മാറി വരുന്ന കാലത്തിനനുസരിച്ച് മാറ്റം ഉണ്ടാവുന്നുള്ള ചോദ്യം അപ്രസക്തമാണ്. കാരണം മാറി വരുന്ന കാലത്തിനനുസരിച്ച് രാഷ്ട്രീയപരമായ അതിൻ്റെ ഉപാധികളിലും അതിൻ്റെ സങ്കേതങ്ങളിലും ഒക്കെ മാറ്റം ഉണ്ടാവും, സ്വാഭാവികമാണ്. അപ്പോൾ അതവിടെ നിൽക്കട്ടെ. പിന്നെ അടുത്ത ചോദ്യം എന്താണ്? അല്ല, അതേ ഞാൻ ചോദിച്ചുള്ളൂ. അല്ല, അതെനിക്ക് ഇത്ര പറഞ്ഞല്ലോ. മാറി വരുന്ന കാലഘട്ടത്തിനനുസരിച്ചിട്ട് മറ്റേ രാഷ്ട്രീയത്തിൽ ഉപയോഗിക്കുന്ന സങ്കേതങ്ങൾക്കും ഉപാധികൾക്കുമെല്ലാം ഡീറ്റെയിൽ കാലത്തിൻ്റെതായ മാറ്റങ്ങൾ ഉണ്ടാവുമല്ലോ. അതിൽ പ്രത്യേകിച്ച് നമ്മൾ ആശങ്കപ്പെടേണ്ട കാര്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അല്ല, ഇത് ഒരു പതിവ് കോൺഗ്രസിലുണ്ടാകുന്ന പതിവ് ചർച്ചകൾ ആ രീതിയിൽ മാത്രം കണ്ടാൽ മതിയോ ഇപ്പോൾ വരുന്ന ഈ റീലുകളെയും ഡോക്യുമെന്ററികളെയും പുസ്തകങ്ങളെയും പരസ്യങ്ങളെയും ഒക്കെ? 100% കോൺഗ്രസ് സാധാരണയുള്ള ഇത്തരം വിഭിന്ന ആശയങ്ങൾ ഇലക്ഷൻ കഴിയുമ്പോഴും ഇലക്ഷന് മുമ്പെല്ലാം ഉയർന്നു വരാറുണ്ട്. അത് എത്രയോ നാളുകളായി. 1957 ആദ്യത്തെ തെരഞ്ഞെടുപ്പ് മുതൽ ഇത്തരത്തിലുള്ളതാണ്. 1960 പട്ടം താളപിള്ളയ്ക്ക് പകരം ആർ ശങ്കറായിരുന്നു മുഖ്യമന്ത്രി ആകേണ്ടത്. കാരണം കോൺഗ്രസിലായിരുന്നു MLA കൂടുതൽ. പക്ഷേ പട്ടത്തെ മുഖ്യമന്ത്രിയാക്കിയതിനെതിരെ അല്ലെങ്കിൽ അന്ന് വലിയൊരു ചർച്ചകൾ നടന്നു. അപ്പോൾ അതിനുശേഷം 70 CH ദേവനെ മുഖ്യമന്ത്രിയാക്കിയപ്പോഴും കോൺഗ്രസിനായിരുന്നു ഭൂരിപക്ഷം. അപ്പോൾ എന്നിട്ട് എന്നോട് അച്യുതമേനോനെ മുഖ്യമന്ത്രിയാക്കി കരുണാകരനായില്ല എന്നുള്ള ചർച്ചകളൊക്കെ ആയിരുന്നു ആ സമയത്ത്. ഇതെല്ലാം ചർച്ചകളെന്ന് പറയുന്നൊരു പൊളിറ്റിക്കൽ ആൻഡ് ഡെമോക്രാറ്റിക് പ്രോസസ്സിൻ്റെ ഭാഗമാണ്. ഇറ്റ്സ് എ പാർട്ട് ഓഫ് എ പൊളിറ്റിക്കൽ ആൻഡ് ഡെമോക്രാറ്റിക് പ്രോസസ്സിങ്. ചർച്ചകളെ മാറ്റി നിർത്തിക്കൊണ്ട് ജനാധിപത്യം ഇല്ലല്ലോ. ജനാധിപത്യത്തിൻ്റെ അടിവേര് തായ്വേരെന്ന് പറയുന്നത് വിഭിന്ന ആശയങ്ങൾ ഉൾക്കൊള്ളുന്ന അല്ലെങ്കിൽ വിഭിന്ന ആശയങ്ങളിലായിട്ട് സംബന്ധിച്ച ചർച്ചകളാണ്. ആ ചർച്ചകൾ ഉയർന്നു വരട്ടെ. ആര് മുഖ്യമന്ത്രി ആകണം അല്ലെങ്കിൽ ആരെ ഞങ്ങൾ പിന്തുണയ്ക്കുന്ന ചർച്ചകളൊക്കെ കോൺഗ്രസ് ഉയർന്നു വരട്ടെ. അതൊക്കെ എല്ലാ കാലവും ഉയർന്നു വരുന്നതല്ലേ. കാരണം ഇപ്പോൾ മല്ലികാർജ്ജുന ഖാർഗെക്കെതിരെ ശശി തരൂർ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരിച്ചില്ലേ? നെഹ്റു കുടുംബത്തിൻ്റെ നോമിനിയായിരുന്നു മല്ലികാർജ്ജുന ഖാർഗെ. പക്ഷേ എന്തുകൊണ്ട് ശശി തരൂർ മത്സരിച്ച ശശി തരൂർ ഇപ്പോൾ കോൺഗ്രസ് വർക്കിംഗ് കമ്മിറ്റിയിലാണ്. CPM-ലെ BJP-യിലാണെങ്കിൽ എന്തായിരിക്കും? അദ്ദേഹം പാർട്ടിക്ക് പുറത്തായിരിക്കും. സോ സിമ്പിൾ. ഇത് മനസ്സിലാക്കാൻ അത്ര വലിയ വളഞ്ഞ് മൂക്ക് പിടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. അത് കാരണം ഇതിൻ്റെ ഒരു ക്യാരക്ടറിൻ്റെ, ഇതിൻ്റെ ഒരു ജസ്റ്ററിൻ്റെ അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു ചരിത്രപരമായ ഒരു ഹിസ്റ്റോറിക്കൽ ഇമ്പോർട്ടൻസിൻ്റെ അതിൻ്റെ എല്ലാം ഭാഗമായിട്ടാണ് ഇത്തരം ചർച്ചകൾ ഉയർന്നു വരുന്നത്. അത് ഈ പാർട്ടിയിൽ മാത്രമേ ഉയർന്നു വരികയുള്ളൂ. വേറൊരു പാർട്ടിയിൽ ഇന്ത്യയിൽ അത് ഉയർന്നു വരില്ല. അതുകൊണ്ട് അത് വളരെ ആരോഗ്യകരമായിട്ട് തന്നെ എടുക്കേണ്ടതാണ് നമ്മൾ. ആര് മുഖ്യമന്ത്രി ആയില്ലെങ്കിലും ഇത്തരം ചർച്ചകൾ ഉയർന്നു വരണം. കാരണം ഏതെങ്കിലും ഒരു നേതാവിനെ മുഖ്യമന്ത്രി ആക്കിയില്ലെങ്കിൽ കേരളം മുഴുവൻ കടലെടുത്ത് പോകുമെന്ന് വിശ്വസിക്കുന്ന ഒരു രാഷ്ട്രീയ പാർട്ടിയല്ല കോൺഗ്രസ്. അതെപ്പോഴും മനസ്സിലാക്കുക. മുഖ്യമന്ത്രിയാകാൻ നേരത്തെ പലരും പറഞ്ഞ പോലെ, അനൂപ് അടക്കം പറഞ്ഞ പോലെ ഒത്തിരി നേതാക്കളുണ്ട്. ഇപ്പോൾ രാഹുൽ ഗാന്ധി വന്ന് പറഞ്ഞല്ലോ ഒരു സ്ത്രീ മുഖ്യമന്ത്രി വേണം, വനിതാ മുഖ്യമന്ത്രി വേണം കേരളത്തിൽ നിന്ന്. അപ്പോൾ എന്തായി? അതിനെക്കുറിച്ച് എന്തായി ചർച്ച? അപ്പോൾ പലരും പറഞ്ഞു ഉമാ തോമസിന് മുഖ്യമന്ത്രി ആയാലും എന്താ, ഷാനിമോൾ ഉസ്മാൻ മുഖ്യമന്ത്രി ആയാലും ശരിയല്ലേ അവരൊക്കെ പറഞ്ഞത്? അങ്ങനെ ചർച്ച ചെയ്യുമായിരുന്നു. വേറൊരു പാർട്ടിയിൽ സംഭവിക്കില്ലായിരുന്നു. അങ്ങനൊരു ചർച്ച വന്നില്ല. രാഹുൽ ഗാന്ധി വന്ന് പറഞ്ഞു വനിതാ മുഖ്യമന്ത്രി കേരളത്തിൽ വരും എന്ന് പറഞ്ഞപ്പോൾ എന്താണ് അതിനെക്കുറിച്ച്? കാരണം എത്രയോ വനിതകൾ കോൺഗ്രസിൻ്റെ മുഖ്യമന്ത്രിയാകാൻ യോഗ്യമുള്ളവർ, എത്ര പുരുഷന്മാരുണ്ട്. അപ്പോൾ അത്തരം ചർച്ചകൾ സ്വാഭാവികമായിട്ട് ഉയർന്നു വരുന്നത്. ഇത് എനിക്കൊരു മറ്റേതെങ്കിലും അജണ്ട വെച്ചിട്ട് ഈ പറഞ്ഞ മാതിരി പിണറായി വിജയൻ മുഖ്യമന്ത്രി ആയില്ലെങ്കിൽ കേരളം കടലെടുത്ത് പോകുമെന്ന് പറയുന്ന പോലെ കോൺഗ്രസിൽ നിന്ന് ആരെങ്കിലും മുഖ്യമന്ത്രി ആയില്ലെങ്കിൽ കേരളം കടലെടുത്ത് പോകുമെന്ന് വിശ്വസിക്കുമ്പോൾ ഒരു പ്രശ്നത്തിനകത്ത് വന്നേക്കാം. അതല്ല ഞങ്ങളെപ്പോലെ ഞാൻ 91 മുതലുള്ള ഇലക്ഷൻ എല്ലാം വീക്ഷിക്കുന്ന ആളാണ്. 89 മുതൽ വിദ്യാർത്ഥി രാഷ്ട്രീയത്തിൽ സജീവമായിട്ട് പ്രവർത്തിക്കുന്ന ആളാണ്. അപ്പോൾ ഞാൻ ഒത്തിരി ഇലക്ഷനുകൾ കണ്ടിട്ടുണ്ട്. സാധാരണ ഇങ്ങനെ ചർച്ചകളൊക്കെ നടക്കാറുണ്ട്. അവസാനം ഒരു മുഖ്യമന്ത്രിയെ തിരഞ്ഞെടുക്കും. ആ മുഖ്യമന്ത്രി കോൺഗ്രസിൻ്റെ നിയമസഭാ കക്ഷി നേതാവും UDF-ന്റെ നിയമസഭയിലെ നേതാവും. അദ്ദേഹം മുഖ്യമന്ത്രിയാവും. ഇപ്പോൾ ഫസൽ ഗഫൂർ പറഞ്ഞ പോലെ അദ്ദേഹം പറഞ്ഞൊരു തിരുത്തുണ്ട്. കാരണം 95 കെ കരുണാകരൻ്റെ ഭൂരിപക്ഷം നഷ്ടപ്പെട്ടിരുന്നു കേട്ടോ. കാരണം 35 MLA-മാർ കെ കരുണാകരൻ മാറണമെന്നും 20 MLA-മാർ മാറണ്ട എന്നുമാണ് പറഞ്ഞത്.
അപ്പോൾ അന്ന് ഭൂരിപക്ഷം നഷ്ടപ്പെട്ടിരുന്നതാണ് പിന്നീട് ലീഡറായിട്ട് സംസാരിച്ചപ്പോൾ മാധ്യമപ്രവർത്തനത്തിൽ നിന്ന് എനിക്ക് മനസ്സിലായത്. അപ്പോൾ അദ്ദേഹത്തിന് ഭൂരിപക്ഷം ഉണ്ടായിരുന്നില്ല. ഭൂരിപക്ഷം ഉണ്ടാവാനെ തുടർന്നാണ് അദ്ദേഹത്തെ മാറ്റിയത്. അപ്പോൾ അങ്ങനെയുള്ള ഒരു അങ്ങനെ ഇത്തരം സെനാരിയോസൊക്കെ സാധാരണ നാച്ചുറലി വിൽ എമർജ്. അത് നമ്മളിപ്പോൾ ഇത്ര വലിയ സംഭവമായിട്ട് കൊട്ടിക്കൊഴിച്ച് അവിടെ പത്രത്തിൽ കൊടുത്തില്ല, ഇവിടെ റീൽ ഇറക്കിയില്ല എന്നൊക്കെ പറഞ്ഞാൽ എന്താ പറയുക, നമ്മളൊരു ജേർണലിസ്റ്റിക്കൽ പാപ്പറസി എന്നല്ല വേറൊന്നും പറയാനില്ല.